ആം ആദ്മി എംഎൽഎമാരെ വിലക്കെടുക്കാൻ ബി.ജെ.പി. ശ്രമിച്ചുവെന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പരാമർശത്തിൽ നടപടികൾ തുടർന്ന് ഡൽഹി പോലീസ്. വിദ്യാഭ്യാസ മന്ത്രി അതിഷി മർലേനയുടെ വസതിയിൽ ഇന്ന് പോലീസ് എത്തി. കേസിൽ നോട്ടീസ് നൽകാനാണ് പോലീസ് സംഘം എത്തിയത്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അച്യുതൻ, കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഡൽഹി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ എത്തിയത്. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ, അതായത് ആം ആദ്മി പാർട്ടി എംഎൽഎമാരെ ബി.ജെ.പി. കോടിക്കണക്കിന് രൂപ വില നൽകി വിലക്കെടുക്കാൻ ശ്രമിച്ചു എന്ന ആക്ഷേപത്തിൽ തെളിവുകൾ ശേഖരിക്കാനായിരുന്നു എത്തിയത്. പിന്നെ എന്താണ് അതിൽ തുടർ നടപടി ഉണ്ടായിരിക്കുന്നത് അച്യുതൻ? ഗോപികൃഷ്ണൻ, നിലവിൽ ഇപ്പോൾ ഈ അതിഷി നടത്തിയ പരാമർശത്തിന് എതിരെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് നടപടി ഉണ്ടായിരിക്കുന്നത്. അതിഷി ഉന്നയിച്ചിരുന്നത് ഈ ഓപ്പറേഷൻ താമരയുടെ 2.0 അത് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി എംഎൽഎമാരെ കേന്ദ്രീകരിച്ച് നടക്കുകയാണ് എന്നുള്ളതായിരുന്നു ആ പ്രസ്താവന. ഒപ്പം തന്നെ ഈ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഈ സമാനമായ രീതിയിൽ പ്രസ്താവന നടത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ബി.ജെ.പിയുടെ സംസ്ഥാന ഘടകം പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ കേസിലാണ് ഇപ്പോൾ 2 ദിവസമായി ക്രൈംബ്രാഞ്ച് സംഘം ഇവർക്കായി നോട്ടീസ് നൽകാനായി ഇരുവരുടെയും വസതിയിലെത്തിയത്. അതായത് 2-ാം തീയതി രാത്രി അതിഷിയുടെയും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലും ക്രൈംബ്രാഞ്ച് സംഘം എത്തിയിരുന്നു. പക്ഷേ ഇരുവരും ഇല്ലാതിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ നോട്ടീസ് നൽകാൻ കഴിഞ്ഞില്ല. ഇന്നലെ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ ക്രൈംബ്രാഞ്ച് സംഘം എത്തിയെങ്കിലും ACP പങ്കജ് അറോറയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയെങ്കിലും അദ്ദേഹം അകത്തേക്ക് പ്രവേശനം നൽകിയില്ല. തുടർന്ന് മണിക്കൂറുകൾ നേരം അവർ പുറത്തു തന്നെ നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. അതിനുശേഷം മടങ്ങുകയാണ് ഉണ്ടായത്. ഇന്നിപ്പോൾ വീണ്ടും മന്ത്രി അതിഷിയുടെ വസതിയിലാണ് ക്രൈംബ്രാഞ്ച് സംഘം എത്തിയത്. എന്നാൽ അതിഷി വസതിയിൽ ഇല്ലായിരുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീക്കങ്ങൾ അത് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. ഈ പ്രസ്താവനയ്ക്ക് അടിസ്ഥാനമായ തെളിവുകൾ തേടിയാണ് ഈ സംഘം എത്തിയിരിക്കുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു അനുകൂല പ്രതികരണവും ഇരുവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഗോപികൃഷ്ണൻ. ആർ അച്യുതൻ ആണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.